which is exclusively made for cyclists. Okay. So are you the first time? ബ്രിഡ്ജ് വന്നിട്ട് കുറേ നാളായി, പക്ഷേ പോകാൻ സമ്മതിക്കുക. അത് കണ്ടോ വസ്തുവും ചാൻസ് ഉണ്ട് നടക്കെല്ലാം കണ്ടിട്ട്. അടിപൊളി സ്കൈ അല്ലേ? സൺസെറ്റ് ആവാറ്. സൺസെറ്റ് ആയോ? ആ സൺസെറ്റ് കഴിഞ്ഞല്ലേ? പാലം കയറി പാലത്തിൻ്റെ അപ്പുറത്ത് കിടന്ന് പിന്നെ പിന്നെയും സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയിട്ട് വേണം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ബ്രൗൺ കളർ ബ്രിഡ്ജ് അത്രയും നടന്നു പോകണം. പക്ഷെ നമ്മുടെ കയ്യിലാണ് ഡ്രോൺ വെച്ചിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ട് അല്ലേ? ചെറിയൊരു കുട്ടി ഫോട്ടോഷൂട്ട്. Okay. We are almost here, guys. നല്ല ഭംഗിയുണ്ടല്ലോ ഈ ഒരു സ്കൈ എല്ലാം കാണാൻ. ഡ്രോൺ വെള്ളത്തിൽ പോവോ? പ്രതീക്ഷിക്കാം. ആ ഒരു പാലം എന്തിനു വേണ്ടിയിട്ടുള്ള അറിയോ? സൈക്കിളിന് വേണ്ടി മാത്രമുള്ളത് അല്ലേ? പക്ഷേ അതൊരു ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആയേക്കോ പുതിയതായതുകൊണ്ട്. ഇവിടെ കവറപ്പടി missed it. കൈ വെച്ചാൽ വെച്ചോണ്ടില്ലേ? അനന്ത് ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. സൺസെറ്റിന് മുന്നേ വരണമായിരുന്നു അല്ലേ? പക്ഷെ എന്ത് ചെയ്യണം, താത്ത ഒരു ഇച്ചിരി ലേറ്റ് ആയി പോയില്ലേ? അത് ശരിയാ. ഞാനൊന്ന് വെള്ളമൊക്കെ ഇട്ടിട്ടാ വന്നേക്കുന്നത്. പിന്നെ ഇപ്പൊ ചന്ദ്രൊക്കെ മാറി തണുപ്പായിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെ കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമ്മുടെ അടുത്ത് ഫണ്ടില്ലാത്തോണ്ട് നമ്മള് പോകുന്നില്ല. വീട്ടിൽ ഫുഡ് ഉണ്ടാകും. വാസ്തുവിലെ ഒരു നടക്കാൻ മാത്രം പറ്റുന്ന പാലമാണ്. സൈക്കിളിനും നടക്കാൻ വേണ്ടി മാത്രം പറ്റുന്ന പാലാണ്. എത്രത്തോളം ക്ലിയർ ഉണ്ടെന്നൊന്നും അറിയില്ല. തോന്നുന്നു, എനിക്കറിയത്തില്ല. ആരും ഇങ്ങനെ പറയുന്ന കേട്ടു അതൊരു ഇന്ത്യന്റെ ഗേൾ ഫ്രണ്ടോ അങ്ങനെ ആരും ആണോ? അപ്പം എല്ലാ സ്ഥലത്തും അറിയത്തില്ല. ഇന്ത്യൻ കയ്യൊപ്പുണ്ടെന്നാണ് സ്ഥിര പറയുന്നത്. ഒരു ഇൻഡയറക്റ്റ് ഇന്ത്യ ടച്ച് ഉണ്ട് എല്ലാത്തിനും. ആണല്ലേ? ഗേൾഫ്രണ്ട് ആയാലും കുഴപ്പമില്ല. നമുക്ക് ഇനി ഇന്ത്യയിലേക്കാണല്ലോ. അതെ. മാനസികമായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഓനിപ്പം ഇവിടുന്ന് മോന്തെത്തി വീഴുന്ന കാണാം. Let's take a video. Vlog. ഇൻ ഹിസ്റ്ററി 95 സംഖ്യ. ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യല അല്ലേ? ഹൈസ്റ്റ് ലെവൽ അതോ ഹൈറ്റ്
പാലത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തണമെങ്കിൽ കാറ് പിടിച്ച് വരണം, പക്ഷെ ഇതില് നടക്കാനും സൈക്കിൾ കൊണ്ടുപോകാനും മാത്രമേ പറ്റത്തുള്ളൂ. ഇതിപ്പോ 2 സ്പ്ലിറ്റ് എൻഡ്സ് ആണ് ഇത് രണ്ടും. ഏത് കൂടെ കയറിയിട്ട് നടുക്കിലത് മേർജ് ആവുക. യെസ്. ഞാനങ്ങനെ പുതിയ ബ്രിഡ്ജിൽ ആദ്യമായിട്ട് കാലുകുത്താൻ പോവാണ്. ഞാൻ കയറി. ഇത് കണ്ടോ, ഒത്തിരി സൈക്കിൾസ് പോയതിലൂടെ പാടുണ്ടോ? ഇത് മെയിൻലി സൈക്കിൾ പോകാൻ വേണ്ടിയിട്ടും നടക്കാൻ വേണ്ടിയിട്ടും മാത്രമുള്ളതാ. അതെന്താ സ്റ്റേഡിയം നരടോവി. സ്റ്റേഡിയം. അപ്പുറത്ത് ഒരു കുട്ടി സ്റ്റേഡിയം ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് മാച്ച് ഒന്നും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആണോ? അപ്പൊ അനന്തു ചേട്ടൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് നോക്ക്, അപ്പുറത്തേക്കുള്ള വ്യൂ നോക്ക്. ഓരോ ദിവസം ഓരോ കളറാണ്. കുറച്ചുകൂടെ വെളിച്ചുണ്ടെങ്കിൽ കാണാൻ കുറച്ചുകൂടെ ഒരു രസം ഉണ്ടാവും അല്ലേ? നമ്മൾ കുറച്ച് ഡ്രോൺ ഷോട്ട്സും കൂടെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ലൈറ്റ് കാണാറുണ്ട്, ലൈറ്റ് ഇല്ല. നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി. കുറച്ചുകൂടി ടൈം കഴിഞ്ഞാൽ ഇവിടെ പണ്ട് ഉണ്ടായിരുന്നല്ലോ, ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ. നമ്മളവിടെ എനിക്ക് തോന്നുന്നു വേറെ ടൈം ആയിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം സമ്മർ ആയിരുന്നല്ലോ. അപ്പൊ സൺസെറ്റ് ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അപ്പൊ അതിന്റെ ഡിലേ ആണെന്ന് തോന്നുന്നു ലൈറ്റ് വരാനായിട്ട്. കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി അടിപൊളിയാ. ഓട്ടോ നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങോട്ട് പക്ഷെ നല്ല വ്യൂ ആണ് തോന്നണല്ലേ? അവിടെ നോക്കുമ്പോ ഒരു കുട്ടി പാലോ, പക്ഷെ അത് ഭയങ്കര വൈഡാ. ഇതാണ് വിസ്റ്റുല റിവർ. ഓക്കെ, ഏതൊരു ആംസ്റ്റർഡാമിന്റെ ഡീലർ ഇൻസ്റ്റ ഐഡി ഒക്കെ അവിടെ എഴുതിയിട്ട് പോയിട്ടുണ്ട്. നമ്മള് ക്ലോക്ക് ടവർ ഇവിടുന്ന് കാണാം, കാർസോ ടവർ കാണാം, ഓൾമോസ്റ്റ് എല്ലാം കാണാം. എല്ലാ ബിൽഡിംഗും ഇവിടുന്ന് കാണാം. സ്റ്റേഡിയം എല്ലാം നമുക്ക് അനന്തോനെ കാണാം ഇവിടുന്ന്. അനന്തു ചേട്ടൻ എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ പാലം? ഈ ഒരു ടൈമല്ല, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ എന്തെങ്കിലും പെർഫോമൻസ് ഒക്കെ നടക്കും. ഓരോ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് പാട്ട്, ഡാൻസ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പെർഫോമൻസ്. നമ്മളതുവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ അവിടെ? കുറച്ച് റോഡ് ഫുൾ ബ്ലോക്ക് ആവും, പറ്റത്തില്ല. അതെ, കുറച്ചൊരു ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് ടൈം അല്ലേ? അതേടെ അഭിപ്രായം എന്താ? അത് പറയൂ. കുറച്ചുകൂടെ നേരത്തെ ടെക്നിക് വേറെ മറ്റേത് അതിലിട്ടാ പോരെ? ഏത് സോങ് പറഞ്ഞേ? അയ്യോ, എനിക്കറിയത്തില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഏതാന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞങ്ങള് പുള്ളിയുടെ മ്യൂസിക് എല്ലാം കേട്ട് ഇവിടെ ചിന്തിച്ചിരിക്കുവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി താല്പര്യം എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ. ഓക്കെ, ലൈക്ക് ചെയ്യാ. വേറെന്താണ് എനിക്കറിയത്തില്ല, എനിക്ക് എന്തെങ്കിലും കാണാൻ അറിയത്തുള്ളൂ. ഓക്കെ.